വയനാട് DCC ട്രഷററുടെ മരണത്തിൽ കെ ഗോപിനാഥൻ ഹൈക്കോടതിയിൽ മുൻകൂർ ജാമ്യാപേക്ഷ നൽകി. ആത്മഹത്യാ പ്രേരണ കുറ്റം ചുമത്തിയതിന് പിന്നാലെയാണ് നടപടി. ശ്രീകാന്ത് വിവരങ്ങളുമായി ചേരുന്നു. ശ്രീകാന്ത്, ഒരു അറസ്റ്റ് ഭയന്നാണോ, അല്ലെങ്കിൽ അറസ്റ്റ് പ്രതീക്ഷയാണോ ആ നടപടി? ലക്ഷ്മി, തീർച്ചയായും ആ രീതിയിൽ തന്നെയാണ് കാര്യങ്ങളുടെ പോക്ക്. കാരണം പോലീസ് ഇപ്പോൾ ആത്മഹത്യാ പ്രേരണ കുറ്റം ഈ നേതാക്കൾക്കെതിരെ ചുമത്തിയിട്ടുണ്ട്. ആത്മഹത്യാ പ്രേരണ കുറ്റം ചുമത്തിയതിന് തൊട്ടു പിന്നാലെയാണ് കെ ഗോപിനാഥൻ ഇപ്പോൾ ഹൈക്കോടതിയിൽ എത്തിയത്. അതിൽ മുൻകൂർ ജാമ്യം തേടിയിട്ടുണ്ട് കെ ഗോപിനാഥൻ. കോടതി ഒരുപക്ഷെ ഇന്ന് തന്നെ ആ കേസ് പരിഗണിക്കുകയും പോലീസിനോട് റിപ്പോർട്ട് ആവശ്യപ്പെടാനും സാധ്യതയുണ്ട്. ഇന്നത്തെ ഒരു സാഹചര്യത്തിൽ പോലീസ് അനുകൂലമായ ഒരു റിപ്പോർട്ടും കൊടുക്കുകയില്ല. കെ ഗോപിനാഥന്റെ മുൻകൂർ ജാമ്യാപേക്ഷ അല്പസമയത്തിനകം ഒരുപക്ഷെ കോടതിയുടെ പരിഗണനയിലേക്ക് എത്തും. ഈ പോലീസിന്റെ ഈ കേസുമായി ബന്ധപ്പെട്ട് വിശദമായ പരിശോധനയ്ക്ക് ശേഷം ഈ ആത്മഹത്യാ പ്രേരണ കുറ്റം ചുമത്തിയതിനാൽ വളരെ കരുതലോടെയാണ് കോൺഗ്രസ് നേതാക്കൾ നീങ്ങുന്നത്. വളരെ വേഗം തന്നെ ഹൈക്കോടതിയിലേക്ക് എത്തുകയും ചെയ്തു. അത് ഇന്നലെ കെ ഗോപിനാഥൻ നമ്മുടെ എൻകൗണ്ടറിൽ പങ്കെടുത്തിരുന്നു. അദ്ദേഹം പറയുന്നത് അദ്ദേഹത്തിന്റെ വിചിത്രവാദങ്ങൾ ഇത് ആത്മഹത്യക്കുറിപ്പല്ല, ഈ നേരത്തെ എപ്പോഴും എഴുതിയ കത്താണ്. മാത്രമല്ല അതിൽ അദ്ദേഹത്തിന് പേരുമില്ല എന്ന് അദ്ദേഹം ഇങ്ങനെ എന്താണ് ഖണ്ഡിച്ചുകൊണ്ട് നിഷേധിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ ഇത് വായിച്ചു കൊടുക്കുമ്പോഴൊന്നും അങ്ങനെയൊന്നുമില്ല, ഇരുട്ടുകൊണ്ട് ഓട്ടയടക്കണ്ട എന്നൊക്കെയാണ് കെ ഗോപിനാഥൻ പറഞ്ഞുകൊണ്ടിരുന്നത്. ഈ വാദങ്ങളൊക്കെ ആയിരിക്കുമോ കോടതിക്ക് മുൻപിൽ വെക്കുക ഗോപിനാഥൻ? ശ്രീകാന്ത്, അദ്ദേഹം ചർച്ചയിൽ പറഞ്ഞ വാദങ്ങൾ അദ്ദേഹത്തിന് കോടതി മുൻപാകെ അവതരിപ്പിക്കുന്നതിന് തടസ്സമുണ്ടാകും. സാധാരണഗതിയിൽ മുൻകൂർ ജാമ്യത്തിന് ആ രീതിയിലുള്ള സാങ്കേതികമായ പഴുതുകൾ തേടുക എന്നുള്ളതായിരിക്കും അദ്ദേഹം ഉദ്ദേശിക്കുക. അതിനപ്പുറത്തേക്ക് വിശദമായ ഒരു വാദം ഈ മുൻകൂർ ജാമ്യാപേക്ഷയിന്മേൽ നടത്തുക എന്ന് പറയുന്നത് പ്രായോഗികമല്ല. അത് കെ ഗോപിനാഥനും അദ്ദേഹത്തിന്റെ അഭിഭാഷകനും അറിയാവുന്നതുമാണ്. ഇതിൽ സാങ്കേതികമായ എന്തൊക്കെ പഴുതുകളുണ്ടോ അത് നോക്കുക, അതിലൂടെ മുൻകൂർ ജാമ്യം നേടിയെടുക്കുക, ഇത് തന്നെയായിരിക്കും അദ്ദേഹം നോക്കുന്നത്. അതായത് അന്വേഷണത്തോട് സഹകരിക്കും, താൻ ഒരു പൊതുപ്രവർത്തകനാണ്, സംസ്ഥാനം വിട്ടുപോകുന്നതിനോ ഒളിവിൽ പോകുന്നതിനോ സാധ്യതയില്ല തുടങ്ങി ആ രീതിയിലുള്ള പരമാവധി കാര്യങ്ങൾ കോടതിയിൽ അവതരിപ്പിച്ച് മുൻകൂർ ജാമ്യത്തിലേക്ക് കാര്യങ്ങൾ എത്തിക്കുക, അത് തന്നെയായിരിക്കും അദ്ദേഹം ഉദ്ദേശിക്കുന്നത്. ശ്രീകാന്ത് വിവരങ്ങൾ നൽകുകയായിരുന്നു. ആത്മഹത്യാ പ്രേരണ കുറ്റത്തിന് പ്രതിപട്ടികയിൽ പ്രതി ചേർത്തതിന് പിന്നാലെയാണ് കെ ഗോപിനാഥൻ ഇപ്പോൾ മുൻകൂർ ജാമ്യാപേക്ഷയുമായി കോടതിയിലേക്ക് പോകുന്നത്. IC ബാലകൃഷ്ണൻ അടക്കം ND അപ്പച്ചൻ അടക്കം അത്തരം ഒരു നിയമപരമായ നീക്കം നടത്തുന്നുണ്ടോ എന്ന് കാത്തിരുന്ന് കാണേണ്ടതുമാണ്.